ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും അർത്ഥമായ ഇന്ന് പല ആൾക്കാരും ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കണ്ടെത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. പല ആൾക്കാരും ചോദിച്ചത് പല പൂജ പരിഹാരങ്ങൾ ചെയ്തിട്ടും പല പല ഇത് വന്നിട്ടും മറ്റുള്ളവർ ചെയ്യുന്ന അല്ലെങ്കിൽ ശത്രുക്കൾ ഉള്ളതോ അല്ലെങ്കിൽ ആരാണെന്നറിയാണ്ട് ശത്രുക്കൾ ചെയ്യുന്ന എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് വരുമ്പോൾ അതിനെ തടയാൻ എന്ത് ചെയ്യണം, എപ്പോഴും പൂജാധികാരങ്ങളോ പരിഹാരങ്ങളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം അതിന് പ്രതിവിധിയായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നെഗറ്റീവ് എനർജീനെ അല്ലെ ബാധാദോഷങ്ങളെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തടയാൻ എന്തു ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ ഒരു രാവിലെയും വൈകിട്ടും രാവിലെ 3 എണ്ണവും വൈകിട്ട് 3 എണ്ണവും വച്ച് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ 3 ചന്ദനത്തിരി രാവിലെ 3 എണ്ണം വൈകിട്ട് 3 എണ്ണം കുത്തിവെച്ച്, അപ്പോൾ ചന്ദനത്തിരിയിൽ കുത്തിവെച്ച് അത് കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ഈ ചന്ദനത്തിരിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുന്ന നെഗറ്റീവ് എനർജീനെ വലിച്ചെടുക്കുകയും ഉള്ള നെഗറ്റീവ് എനർജി പോവുകയും പിന്നെ വരുന്നതിനെ തടയുകയും ചെയ്യുന്ന ഒരു മരുന്നും മന്ത്രവും കൂടി ചേർന്ന ഒരു എനർജി. അതാണ് നമ്മൾ ഈ ചന്ദനത്തിരിയിൽ വച്ചേക്കുന്നത്. കാരണം നമ്മളെന്ത് ഇപ്പോൾ നിങ്ങൾക്കിത് വെളിയിൽ കിട്ടില്ല, നമ്മളത് ഈ ഒരു രീതിയിൽ മാത്രം ഉണ്ടാക്കി അത്യാവശ്യക്കാർക്ക് പല ആൾക്കാരും ഇപ്പോൾ നമ്മുടെ വീഡിയോകൾ വന്ന പല ആൾക്കാരും ഇവിടെ വന്നപ്പോൾ നമ്മൾ കൊടുത്ത് അവർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് പലർക്കും ആ രീതിയിലുള്ള ചന്ദനത്തിരി കൊടുത്തത് പലർക്കും മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളത്, കാരണം പച്ചമരുന്നുകൾ ചേർത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന തിരി, ഇത് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും നിങ്ങൾ രാവിലെ 3 എണ്ണവും വൈകിട്ട് 3 എണ്ണവും കത്തിച്ച് വെച്ചാൽ ഇതിൻ്റെ എനർജി നിങ്ങളുടെ വീടിനുള്ളിൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയും മറ്റുള്ളവർ ചെയ്യുന്നത് വലിയ രീതിയിൽ നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജി വരാതെ പോസിറ്റീവ് എനർജി മാത്രമായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ വരുന്നത്. നമ്മളിത് ചെയ്യുന്നത് മരുന്നും മന്ത്രവും പച്ചമരുന്നുകൾ കൊണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ പുരാതന രീതിയിലുള്ള ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതാണ് ആ ചന്ദനത്തിരി. ഇതിൽ 3 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. 3 ചന്ദനത്തിരി എടുത്തിട്ടാണ് രാവിലെയും വൈകിട്ടും
ഇത് ഇങ്ങനെ കുത്തി വെക്കേണ്ടാവും. ഇതിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക്, കാരണം നമ്മൾ ഒരു ദോഷം വന്നു, നമ്മളത് മാറ്റി, പിന്നെയും ഇത് വരില്ലേ എന്ന് ചോദിക്കും ആൾക്കാർ. ഇത് വരാതിരിക്കാം. അപ്പോൾ ഇതിനെ തടയാൻ ഇതിൻ്റെ പുക നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാക്കില്ല. കാരണം ഇതിൽ ഒരു കെമിക്കലുകളും ഇല്ലാണ്ട് പച്ചമരുന്നുകൾ മാത്രം, പച്ച രീതിയിൽ മാത്രം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അതിൻ്റെ കൂടെ മന്ത്രോച്ചാരണം കൊണ്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി വരുമ്പോൾ ആ എനർജിയാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം പോലെയുള്ള അല്ലെങ്കിൽ ഈ ശത്രുക്കൾ വിടുന്ന ബാധാമരണ ദോഷങ്ങളെ തടഞ്ഞു നിർത്താൻ ഇതിന് സാധിക്കും. ഇത് നിങ്ങൾക്ക് കത്തിച്ച് നോക്കുമ്പോഴേ ഇത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ശത്രുക്കൾ വിടുന്ന ദോഷങ്ങളെ നമുക്ക് മാറ്റാൻ, മറികടക്കാൻ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ രാവിലെ ഒരു 3 എല്ലാ വീട്ടിലും രാവിലെയും വൈകിട്ടും ചന്ദനത്തിരി കത്തിക്കാത്ത ഒരു ആൾക്കാരുമില്ല. അതിന് പകരം നിങ്ങൾ ഈ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മറ്റുള്ളത് കെമിക്കൽ ചേർത്ത തിരികളും കാര്യങ്ങളൊക്കെയാണ്. അത് എന്തോ ആയിക്കോട്ടെ, ഇത് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് നമ്മുടെ പച്ചമരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ രാവിലെ ഒരു 3 വൈകിട്ട് 3 കത്തിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് പരിഹാരകർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും പോയിട്ട് ഓടി നടക്കേണ്ട ആവശ്യകത ഇല്ല. ഇതാണ് ഇതിൻ്റെ കാര്യം. പല ആൾക്കാരും ഇത് ഇടക്കിടക്ക് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇതിന് മറികടക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, യന്ത്രങ്ങൾ കൊണ്ട് മറ്റുള്ള രീതിയിൽ ചെയ്തിട്ട് നമുക്കതിന് എനർജി പ്രൊവൈഡ് ഇതിൽ നിന്നുണ്ടാകുന്ന ആ എനർജിയാണ് നിങ്ങളെ ഈ ഒരു സാധനം തടയാനും ഇത് വലിച്ചെടുക്കാനും സാധിക്കുന്നത്. ഇത് ഉപയോഗിച്ചാലേ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന പല ആൾക്കാർക്കും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ മാറ്റം അവർക്ക് തന്നെ അതിൽ അറിയാനും ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുക, ഇതിൻ്റെ മാറ്റം അനുഭവിക്കുക. എല്ലാവർക്കും നന്ദി.